നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ത്രില്ലർ സിനിമയാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ത്രില്ലർ സിനിമകൾ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ത്രില്ലർ സിനിമ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയാണെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാവുകയും ചെയ്യും. ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ആ സിനിമ അങ്ങനെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നല്ല സ്റ്റോറി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, തരിച്ചിരിക്കാൻ പറ്റുന്ന രംഗങ്ങൾ അതെല്ലാം ഈ സിനിമയിലുണ്ട്. വൺ ലൈൻ കൂടുതലായിട്ട് പറഞ്ഞാൽ സിനിമ കാണാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാണ്, ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ മുഴുവനും കാണിക്കുന്നത്. ഒരൊറ്റ രാത്രി, ആ ഒരു രാത്രിയെ നമ്മുടെ ഹീറോ അതിജീവിക്കുമോ ഇല്ലയോ എന്നാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2016 റിലീസ് ചെയ്ത റൺ ഓൾ നൈറ്റ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ മരണാസന്നനായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പം മരിക്കുക എന്നുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. ആ സമയം ഹീറോ പറയാണ്, എല്ലാവരും പറയുന്നത് നമ്മൾ മരിക്കാൻ നേരം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ കൂടെ പെട്ടെന്ന് തന്നെ മിന്നിമായെന്നാണ്. ശരിക്കും എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിൽ വന്ന് നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോഴതാണ് അനുഭവിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഹീറോ പെട്ടെന്ന് തന്നെ ഒരു ബാറിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നേരത്തെ ഹീറോ വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ? അത് സംഭവിക്കുന്നതിൻ്റെ 16 മണിക്കൂർ മുന്നേ ഉള്ള സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുടെ പേര് ജിമ്മി എന്നാണ്. നമ്മുടെ ആൾ ഇത്രയും നേരം കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ ആ ബാറിലുള്ള ആളുകൾ എല്ലാവരും ഹീറോയെ കളിയാക്കാണ്. പോത്ത് പോലെ കിടന്നുറങ്ങാനായിട്ട് നിനക്ക് ഉളുപ്പുണ്ടോടാ, എന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ എന്നെല്ലാം ചോദിച്ച് കളിയാക്കാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഹീറോ ഒരു പയ്യൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവൻ ആരാന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒരു കാശുകാരൻ കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൻ്റെ മകനാണ് ഈ പയ്യൻ. അങ്ങനെ അവനോട് പറയും, നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിക്കോളാൻ. എന്നാൽ അവൻ പറയും, എൻ്റെ അച്ഛൻ ഇത് എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാണ് അങ്ങേര് ഇത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നത്? എന്ത് തേങ്ങാക്കൊല കണ്ടിട്ടാണ് എൻ്റെ അച്ഛൻ നിങ്ങളെ ഇത്ര സഹായിക്കുന്നത്? എന്നാൽ നമ്മുടെ ആൾ പറയും, എനിക്ക് വീട്ടിൽ കുറച്ച് ചിലവുകളുണ്ട്, അതിനെല്ലാം കൂടിയാണ് ഞാൻ ഇത്രയും കാശ് ചോദിക്കുന്നത്. എന്നാൽ അവൻ കാശ് കൊടുക്കാനായിട്ട് മടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഓർക്കുന്നത്, ഇന്ന് അവൻ്റെ വീട്ടിൽ ക്രിസ്മസ് പരിപാടി നടക്കാൻ പോവുകയാണ്. എന്നാൽ ഇതുവരെ സാന്റാക്ലോസ് ക്രിസ്മസ് അപ്പൂപ്പൻ റെഡി ആയിട്ടില്ല, അത് നിങ്ങളാവോ എന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആളൊന്നും മടിക്കും. എന്നാൽ അപ്പൂപ്പനായാലേ കാശ് തരുമെന്നുള്ള മട്ടിലാണ് അവൻ നിൽക്കുന്നത്. ഹീറോക്ക് വേറെ വഴിയൊന്നുമില്ല, ക്രിസ്മസ് അപ്പൂപ്പനായേ പറ്റൂ. അതേ സമയത്ത് നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തൊരു ബോക്സർ. ഈ ബോക്സർ ആരാന്ന് വെച്ചാൽ ഹീറോയുടെ മകനാണ്. അവന്റെ പേര് മാക്സ്. അവനിപ്പോൾ ഹീറോയുടെ കൂടെയല്ല താമസിക്കുന്നത്. ഹീറോ ഇഷ്ടമില്ല. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് ഹീറോ അടിയും ഇടിയും കുത്തുമൊക്കെ ആയിട്ട് നടന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവനെയും അവൻ്റെ അമ്മയെയും നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ഹീറോയെ ഇഷ്ടമല്ല. അവനാണെങ്കിൽ മാക്സ് ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ സ്റ്റുഡൻറ്റിന് ഒരാളെ മുന്നിൽ കിട്ടിയാൽ എങ്ങനെയാണ് ഇടിക്കുക എന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബോക്സിംഗ് പഠിക്കുന്നതിലും കൂടുതലായിട്ട് അതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സ് അവനോട്, നീ വീഡിയോ ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇത് പഠിക്കുകയാണോ എന്ന് ചോദിച്ച് തിരിയും നേരം അവൻ്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടി കിട്ടും. അതിൻ്റെ ദേഷ്യത്തിൽ ഇടിച്ചവനെ ചവിട്ടി കൂട്ടി താഴെയിട്ട് ആ പയ്യനോട് ക്ലാസ് ശ്രദ്ധിക്കാനായിട്ട് പറയും. വീണ്ടും ഹീറോയുടെ കാശുകാരൻ കൂട്ടുകാരൻ്റെ മകൻ റോയി ആണ് കാണിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ പേര് ഹീറോയുടെ കൂട്ടുകാരൻ്റെ പേര് ഷോൺ എന്നാണ്. മകൻ റോയ് കുറച്ച് മയക്കുമരുന്ന് ഡീലേഴ്സിനെ ആയിട്ടാണ് ഇപ്പോൾ അച്ഛനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അച്ഛനോട് പറയാണ്, ഈ മയക്കുമരുന്ന് കടത്തുന്ന ആളുകളെ സഹായിച്ചാൽ അവർ $2 മില്യൺ തരുമെന്ന്. എന്നാൽ അച്ഛൻ ഷോണ് പറയും, സത്യമാണ്, എനിക്ക് പണ്ട് ഇതുപോലെ മയക്കുമരുന്നെല്ലാം കച്ചവടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പച്ച പിടിച്ചതും ഈ മയക്കുമരുന്നുകളെല്ലാം കച്ചവടം ചെയ്തിട്ടാണ്. എന്നാൽ ഇപ്പം എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാനിപ്പോൾ നിയമം അനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഈ ഒരു പരിപാടി എന്തായാലും ചെയ്യില്ല എന്ന് പറയും. എന്നാൽ ആ വന്ന ഡീലർ മയക്കുമരുന്ന് കടത്താൻ സഹായിച്ചാൽ കുറച്ചധികം കാശ് തരാമെന്ന് പറഞ്ഞ് വലിയൊരു ഓഫർ കൊടുക്കുന്ന നേരം എന്നിരുന്നാലും ഹീറോയുടെ കൂട്ടുകാരൻ ഷോൺ അതിന് സമ്മതിക്കില്ല. എൻ്റെ വീട്ടിൽ ക്രിസ്മസ് പാർട്ടി ആഘോഷിക്കാൻ കുറേ ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോടോന്ന് പറഞ്ഞ് അവനെ പടിയാക്കും. എന്നാൽ എഴുന്നേറ്റ് പോകുന്ന ഡീലർ ഷോണിൻ്റെ മകനോട് റോയിയോട് പറയും, നിന്റെ അച്ഛൻ ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് വാങ്ങി, അതെല്ലാം ഇന്ന് രാത്രി തന്നെ അല്ല നാളെ രാത്രി തന്നെ എനിക്ക് തിരിച്ചിട്ടണം. കിട്ടിയില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് നിനക്ക് തന്നെ അറിയില്ല എന്ന് ചോദിക്കുന്ന നേരം അവൻ ചിരിച്ചും കളിച്ചും അവരെ പറഞ്ഞു വിടും. കാശ് എന്തായാലും തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടും. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചതെന്ന് ചോദിക്കുന്ന നേരം അച്ഛൻ്റെ അസിസ്റ്റന്റ് പറയും, അങ്ങേര് പറഞ്ഞ ശരിയല്ലേ? അതിനവൻ ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച്, ഞാൻ എൻ്റെ അച്ഛനോടാണ് സംസാരിച്ചത്, തന്നോടല്ല എന്ന് പറഞ്ഞ് അച്ഛനോട് ചോദിക്കും, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഇത്രയും വലിയൊരു ഓഫർ ഇനി വേറെ കിട്ടില്ല. പണ്ടും നിങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്തല്ലേ ജീവിച്ചതെന്ന് ചോദിക്കുന്ന നേരം ഷോണ് പറയും, അച്ഛൻ പറയും, ശരിയാണ്, ഞാൻ പണ്ട് മയക്കുമരുന്നുകളെല്ലാം കച്ചവടം ചെയ്താണ് എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് തുടങ്ങിയത് തന്നെ. പക്ഷെ ആ മയക്കുമരുന്നുകളെല്ലാം ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും കൂട്ടുകാരെയും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും മയക്കുമരുന്ന് വലിച്ചു കയറ്റി ഓടയിലും അവിടെയും ഇവിടെയും എല്ലാം ആയിട്ട് വീണ് കിടന്നു. അവരുടെ ജീർണിച്ച മുഖം കണ്ട് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ നിന്ന് അതിപ്പോഴും പോയിട്ടില്ല. ഇത് കേൾക്കുന്ന മോൻ പറയും, നിങ്ങൾ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലും വേണ്ട, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങിച്ചിരുന്നു, അതെങ്ങനെയാലും തിരിച്ചു കൊടുക്കണം, അവരൊന്ന് ഡീലാക്കണം. അതിന് ഷോണ് പറയും, നീ തന്നെ വരുത്തി വെച്ച പണിയല്ലേ, അത് നീ തന്നെ അവസാനിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനെ മെയിൻ ചെയ്യാതെ അവിടെ നിന്ന് പോകും. വീണ്ടും ഹീറോയുടെ മകൻ മാക്സിനെയാണ് കാണിക്കുന്നത്. അവൻ ബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ജോലി
ജോലിക്ക് പോകാനായിട്ട് ഡ്രസ്സെല്ലാം മാറുകയാണ്. അന്നേരമാണ് അവൻ്റെ ഒരു മകൾ വന്ന് അവൻ നിൽക്കുന്ന റൂമിൽ ഒളിച്ചു നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അവൻ്റെ അടുത്ത മകളും വരും. ഇവിടെ അവൾ ഒളിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്ന നേരം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവളെ കാണിച്ചു കൊടുക്കും. തൊട്ടു പിന്നാലെ തന്നെ ഭാര്യ കയറി വന്ന് ചോദിക്കും, നിങ്ങൾ എന്താ ഇത് കാണിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ആങ്ങളയുടെ വീട്ടിൽ ഇന്ന് പോകാനുണ്ടെന്ന്, നിങ്ങൾ വരുന്നില്ലേ? അതിന് മാക്സ് പറയും, ഞാൻ വരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇന്ന് രാത്രി ഒരു ഡ്രൈവ് ഉണ്ടെന്ന്, എനിക്കതിന് പോയേ പറ്റുമെന്ന്. അവനൊരു ടാക്സി ഡ്രൈവറാണ്, ഇന്ന് രാത്രി അവനൊരു യാത്രക്കാരനുണ്ട്, അവരെ യാത്ര ചെയ്ത് എവിടെയോ കൊണ്ടാക്കാനുള്ളതാണ്. എന്തായാലും അവനില്ലാന്ന് പറയുന്ന നേരം അവളാകെ വിഷമായിട്ട് അവിടുന്ന് മാറിക്കളയും. അവൻ തൊട്ടു പിന്നാലെ ചെന്ന് അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പോഴാണ് അവൻ കാണുന്നത് അവൾ അവരുടെ ഫാമിലിയുടെ ഒരു ചാർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മാക്സ് അവൻ്റെ അച്ഛൻ്റെ കൂടെ ഹീറോയുടെ കൂടെ ചെറുപ്പത്തിലിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടിയുണ്ട്. അത് കാണുന്ന അവൻ ആകെ ടെൻഷനാകും. അത് കാണുന്ന ഭാര്യ പറയും, സോറി ഞാൻ ഇത് മാറ്റാനായിട്ട് മറന്നുപോയി, എന്നോട് ക്ഷമിക്കുക. അതിനവൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ്റെ മകളുടെ ഒരു ഫോട്ടോ എടുത്ത് അച്ഛൻ്റെ ഫോട്ടോയുടെ മേലേക്ക് എടുത്തു വെക്കും. അവൻ അത്ര ഇഷ്ടമല്ല ഹീറോയെ, അച്ഛനെ തീരെ ഇഷ്ടമില്ലാത്തവനാണ്. അതേ സമയത്ത് ഇവിടെ ഷോണിൻ്റെ വീട്ടിലെ ക്രിസ്മസ് പാർട്ടിയാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വന്നിട്ടുള്ളത് ഹീറോയാണല്ലോ. നമ്മുടെ ആളൊരു കുട്ടിയെ മടിയിൽ വെച്ച് നിന്റെ ആഗ്രഹങ്ങളെല്ലാം എന്താന്ന് ചോദിക്കുന്ന നേരം അവൾ കുറേ ആഗ്രഹങ്ങളെല്ലാം പറയും. അപ്പോഴാണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന ഹീറോ അവളോട് ചോദിക്കും, നീ ഈ കാലിൽ വന്നിരിക്കും, നിനക്കുള്ള സ്ഥലം ഇവിടെയുണ്ട്. അതിന് അവൾ പറയും, ഞാനിപ്പോൾ ചെറിയ കുട്ടിയല്ല, ഞാനിപ്പോൾ വലുതായില്ലേ എന്ന്. അതിന് ഹീറോ, എൻ്റെ കാലിലും അത്രയും വലിയ സ്ഥലം ഉണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഹീറോ അവളോട് മോശമായിട്ട് പെരുമാറും. അത് കേൾക്കുന്ന അവളുടെ ഭർത്താവ്, നീ എന്താടോ എൻ്റെ ഭാര്യയോട് കാണിക്കുന്നത്, അതെൻ്റെ ഭാര്യയാന്ന് പറയുന്ന നേരം നമ്മുടെ ആൾ പറയും, അതെനിക്ക് അറിയാടോ, എന്നിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചോദിച്ചേ. അതാണെങ്കിൽ അവന് ഇഷ്ടപ്പെടില്ല. അവൻ എഴുന്നേറ്റ് ഹീറോയെ അടിക്കാൻ വരുന്ന നേരം അവരെല്ലാവരും പിടിച്ചു വെക്കും. എന്നാൽ ഹീറോയുടെ കൂട്ടുകാരൻ ഷോണാണെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കുകയാണ്, ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ്. എന്തായാലും ഹീറോ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൈ അവിടെ ഉണ്ടായിരുന്ന കമ്പിയിൽ വെച്ച് പൊള്ളും. അപ്പം തന്നെ രണ്ടാളുകൾ വന്ന് ഹീറോയെ കൊണ്ടുപോയി നല്ലപോലെ കുളിപ്പിച്ചു മാറ്റും. ഹീറോ ആണെങ്കിൽ മദ്യപിച്ചത് കൊണ്ട് തന്നെ നല്ല ലെക്ക് കെട്ടാണ് ഇരിക്കുന്നത്. അന്നേരം കൂട്ടുകാരൻ ഷോൺ അങ്ങോട്ട് വന്ന് പറയും, അവനെ കുളിപ്പിച്ചിട്ട് അവൻ ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കൊടുക്കട്ടോ എന്ന്. അങ്ങനെ നമ്മുടെ ആൾ ഭക്ഷണം എല്ലാം കഴിച്ച് കട്ടിലിൽ കിടക്കുന്നേരാണ് ഷോൺ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പണ്ട് കുറേ മുന്നേ അവരിങ്ങോട്ട് രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്നതും എന്നാൽ അച്ഛൻ കാണാതെ അവരെ എങ്ങനെയൊക്കെയോ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയതും ഒക്കെ ആയിട്ടുള്ള കഥകൾ പറയാണ്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ചിരിയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ഹീറോ ആകെ ടെൻഷനായിട്ട് മാറുന്നത്. ഹീറോയുടെ കൂടെ ഇപ്പോൾ ഭാര്യയില്ല, മകനില്ല, മകനാണെങ്കിൽ ഇപ്പോൾ ഹീറോയെ ഇഷ്ടമില്ല. അത് മനസ്സിലാവുന്ന ഷോണ് നമ്മുടെ ആളെ സമാധാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലേ നല്ല കൂട്ടുകാർ. ഇതേ സമയത്ത് ഹീറോയുടെ മകൻ മാക്സ് അവൻ്റെ ടാക്സിയിൽ അവൻ യാത്രക്കാരെയും കൊണ്ട് പോവാണ്. എന്നാൽ ഈ യാത്രക്കാരാരാന്ന് വെച്ചാൽ ആ ഡീലേഴ്സാണ്. മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്ന ഡീലേഴ്സ് ഇല്ലായിരുന്നോ, അവരാണ്. അവരിപ്പോഴിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നേരത്തെ അവർ ഷോണിൻ്റെ മകനോട് പറഞ്ഞിരുന്നല്ലോ, നിന്റെ അച്ഛൻ ഈ പരിപാടിക്ക് വന്നില്ലെങ്കിൽ നിനക്ക് തന്ന കാശെല്ലാം നീ തിരിച്ചറിയണമെന്ന്. ആ കാശ് തിരിച്ചു വാങ്ങാൻ ഇപ്പോൾ അവരെല്ലാവരും കൂടെ റോഡ് അടുത്തേക്കാണ് ചെല്ലുന്നത്. അന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഒരു ഡിക്റ്റേറ്റീവും അങ്ങേരുടെ അസിസ്റ്റൻറ്റും കയറി വരുന്നത്. ഹീറോ ആണെങ്കിൽ പണ്ടുകാലത്ത് കുറേ ആളുകളെയും കുറേ കുടുംബത്തെയും കൊന്നില്ലാതാക്കിയിട്ടുണ്ട്. അതിൽ കുറേ ആളുകളെ ഈ ഡിക്റ്റേറ്റീവ് കണ്ടുപിടിച്ചതാണ്. കുറേ കുടുംബത്തെയും കുറേ ആളുകളെയും ഈ ഡിക്റ്റേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ ആളുകളെ കണ്ടുപിടിക്കാൻ ബാക്കിയുണ്ട്. അതിലൊരാളുടെ ഭാര്യ എപ്പോഴും ഈ ഡിക്റ്റേറ്റീവിന് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കെട്ടിയവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്തെങ്കിലും ഒന്ന് അറിയണമെന്ന് പറഞ്ഞ് എപ്പോഴും കത്തുകൾ എഴുതിക്കൊണ്ടേ നിൽക്കുകയാണ്. അതുകൊണ്ട് ഡിക്റ്റേറ്റീവ് പറയും, നീ കൊന്നു തള്ളിയ കുടുംബത്തെയും ആളുകളെയും എല്ലാം ഒന്ന് നീ എനിക്ക് പറഞ്ഞു തരുമോ, അതെല്ലാം ഒന്ന് എനിക്ക് എഴുതി തരുമോ, അതെല്ലാം എനിക്കൊന്ന് കണ്ടുപിടിക്കണം. എന്നാൽ എത്രയൊക്കെ അങ്ങേര് ചോദിച്ചിട്ടും നമ്മുടെ ആൾ പറയില്ല. നമ്മുടെ ആൾ അങ്ങേരെ കളിയാക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള ഓരോ ഉത്തരങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ അങ്ങേരെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതേ സമയത്ത് മാക്സ് ആ ഡീലേഴ്സിനായിട്ട് റോയ് താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തെത്തി. അങ്ങനെ അവർ രണ്ടുപേരും ഡീലേഴ്സ് രണ്ടുപേരും കൂടെ റോയുടെ വീട്ടിലേക്ക് കയറി ചെല്ലും. അവർ തമ്മി കാണുമ്പോൾ തന്നെ വലിയ വലിയ ബഡ്ഡീസിനെ പോലെ തമ്മിൽ കളിച്ചും ചിരിച്ചുമാണ് അവിടെ വന്നിരിക്കുക. അവർ കാശ് വാങ്ങാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ റോയ് ആണെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു സൂചനയും കൊടുക്കുന്നില്ല. കാശ് കയ്യിലുണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. ഇതേ സമയത്ത് കാറിൽ കാത്തിരിക്കുന്ന മാക്സിന്റെ മുന്നിൽ കൂടെ അവൻ ബോക്സിംഗ് പഠിപ്പിക്കുന്ന ഒരു പയ്യനില്ലായിരുന്നോ, അവനുണ്ട് രാത്രി എങ്ങനെ പോകുന്നത്. അവനെ കാണുമ്പോൾ തന്നെ പിടിച്ചു നിർത്തി, നീ ഇത് എങ്ങോട്ടാടാ പോകണമെന്ന് ചോദിക്കുന്ന നേരം അവൻ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ചോദിക്കുമ്പോഴേക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങളാര്, എൻ്റെ തന്തയോ. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെയാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. മാക്സ് പറയും, നീ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് നിന്റെ അമ്മയോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതിന് അവൻ പറയും, അമ്മയോട് നിങ്ങൾ പറയരുത്, നിങ്ങൾ എന്നെ ഈ കാറിൽ കയറ്റാൻ സമ്മതിച്ചാൽ ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോയിക്കോളാം. മാക്സ് പറയും, നിന്നെ ഈ കാറിൽ കയറ്റാം, പക്ഷേ ഇപ്പോൾ കയറ്റാൻ പറ്റില്ല, ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എന്നെ ഈ കാറിൽ കയറ്റിയാൽ ഞാൻ എന്തായാലും ഇവിടുന്ന് പോയിക്കോളാം. എന്തായാലും നമ്മുടെ ആൾ സമ്മതിച്ചു. അവൻ അങ്ങനെ കാറിൽ കയറിയിട്ട് പാട്ടും വെച്ച് ലൈറ്റെല്ലാം ഓൺ ആക്കിയിട്ട് പാട്ടെല്ലാം പാടി അങ്ങനെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ സെൽഫി വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അകത്ത് റോയ് വന്ന ആ ഡീലേഴ്സിന് അവരുടെ കാശെല്ലാം തിരിച്ചു കൊടുക്കും. അവരത് തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക എല്ലാം കളിക്കുന്ന ഡോളറുകളാണ്, കളിക്കുന്ന നോട്ടുകളാണ് എല്ലാം. അങ്ങേര് ദേഷ്യം വന്ന്, നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ റോയ് എന്ന് ചോദിക്കുമ്പോഴേക്ക് റോയ് പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് അങ്ങേരെ 3 ഷോട്ടിൽ കൊന്നുകളയും. കൂടെ തന്നെ അസിസ്റ്റന്റിനെയും ഷൂട്ട് ചെയ്യുമെങ്കിലും അങ്ങേര് തിരിച്ചും ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഓടും. അങ്ങേര് പുറത്തേക്ക് എങ്ങനെയോ വന്ന് ഏന്തി വലിഞ്ഞ് പോകുന്നേരം തൊട്ട് പിന്നാലെ തന്നെ റോയ് അങ്ങേരെ കൊല്ലാനായിട്ട് ഗണ്ണുമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ കാറിലിരുന്ന് പാട്ടും കേട്ട് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്ന പയ്യനാണെങ്കിൽ അപ്പോഴതാണ് കാണുന്നത്. അവൻ പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ അതെല്ലാം ഷൂട്ട് ചെയ്യും. മാക്സ് ഇതെന്താണ് സംഭവിക്കുന്നത് നോക്കെന്ന് പറയുമ്പോൾ മാക്സും കൂടെ നോക്കുമ്പോഴാണ് റോയ് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മാക്സ് പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അപ്പോഴേക്ക് റോയ് ഓടി വന്ന് ചില്ലും പൊളിച്ച് വണ്ടി നിർത്തടോ എന്ന് പറയുന്ന നേരം മാക്സ് പറയും, റോയ് ഇത് ഞാനാണ് മാക്സ്. അവര് രണ്ടുപേരും പരിചയമുള്ളവരാണ്. എന്നിരുന്നാലും റോയ്ക്ക് മാക്സിനെ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് വിട്ടാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ഞെട്ടിച്ച് കാറിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ കാറിന്റെ തൊട്ടു പിന്നിൽ ആ പയ്യൻ ഒളിച്ചിരുന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല. ആ പയ്യനാണെങ്കിൽ മെല്ലെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അവൻ പോയ കാര്യം ആരും അറിഞ്ഞില്ല. ഇവിടെ വീടിനകത്തേക്ക് കയറാൻ നിൽക്കുന്ന മാക്സ് ആണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, നീ എന്താണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. എന്നാൽ അവനൊന്നും പറയാതെ ഗണ്ണുമായിട്ട് അവൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവനൊരു ഒറ്റ ഇടിയും കൊടുത്ത് വാതിലും ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോകും. നടുവിലകത്ത് എത്തുമ്പോഴാണ് ആ ഡീലർ മരിച്ചെടുക്കുന്നത് കാണുക. പെട്ടെന്നാണ് റോയുടെ കൂട്ടുകാരൻ ചാടി വന്ന് മാക്സിനെ പിടിച്ച് താഴേക്കിടുന്നത്. അവൻ പോയാൽ ശരിയാവില്ലല്ലോ, അവനെ പിടിച്ച് ഇടിച്ചോണ്ടിരിക്കും. മാക്സ് ആണെങ്കിൽ ബോക്സർ ആയതുകൊണ്ട് തിരിച്ച് ഇടിച്ചിടിച്ച് അവനെ താഴെ ഉണ്ടായിരുന്ന ഒരു കുപ്പിയുടെ ചില്ലെടുത്ത് അവന്റെ കാലിൽ കുത്തി കയറ്റും. അപ്പോഴേക്ക് വീടിന്റെ വെളിയിൽ വെട്ടിപ്പോയിരുന്ന റോയ് വാതിലും കുത്തി തുറന്ന് ഗണ്ണുമായിട്ട് ഓടി വരികയാണ്. മാക്സിനെ കൊല്ലാൻ ഓടി വരികയാണ്. എന്നാൽ മാക്സ് വീടിന്റെ പിന്നിലുള്ള വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടും. അങ്ങനെ അവൻ ഓരോ വീടിന്റെയും കമ്പി വേലികൾ ചാടി ചാടി പോകുന്ന നേരം റോയ്ക്കാണെങ്കിൽ അവനെ പിടിക്കാനും പറ്റുന്നില്ല, ഒന്ന് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. അവൻ ഓടി ഓടി പുറത്തേക്ക് ഓടിക്കളയും. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് റോയുടെ കൂട്ടുകാരൻ അങ്ങോട്ട് ഓടി വന്ന് മാക്സിന്റെ കയ്യിൽ നിന്നും വീണുപോയ അവന്റെ ID കാർഡ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം മാക്സ് എവിടെയാണ് താമസിക്കുന്നതെന്നെല്ലാം അവർക്കെല്ലാവർക്കും മനസ്സിലായി. എന്നിരുന്നാലും ഇതെല്ലാം എന്ത് ചെയ്യുമെന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോഴാണ് റോയ് പറയാ, ഇതെല്ലാം അച്ഛനോട് പറയാം, അച്ഛൻ ഇതെല്ലാം ഡീൽ ചെയ്യും. അങ്ങനെ അവൻ അച്ഛൻ ഷോണിനോട് കാര്യങ്ങളെല്ലാം പറയും. ഷോണിനിപ്പം മനസ്സിലായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഹീറോയുടെ മകനാണെന്നുള്ള കാര്യം. അങ്ങനെ അപ്പം തന്നെ ഹീറോയെ വിളിച്ച് കാര്യം പറയും. നമ്മുടെ ആളാണെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വീട്ടിലെ ഷോണാണെങ്കിൽ ആകെ കൂടെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. പറയാൻ പറ്റില്ല, മകൻ റോയ് ചിലപ്പോൾ ചെന്ന് മാക്സിനെ എങ്ങാനും കൊന്നാലോ. അവനോട് പറഞ്ഞിട്ടുണ്ട് ഹീറോയോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ അവനെ വിശ്വാസമല്ല, അവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഷോണിന് പോലും പറയാൻ പറ്റില്ല. ഇതേ സമയത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട മാക്സ് വീട്ടിൽ തിരിച്ചെത്തി ഭാര്യയെ കോൾ ചെയ്യും. അവളോട് പെട്ടെന്ന് തന്നെ മക്കളെയും കൂട്ടി ആങ്ങളയുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോയി സേഫ് ആകാൻ പറയുന്ന നേരം അവൾ അതൊന്നും കേൾക്കുന്നില്ല. അവൾക്ക് മറ്റൊരു വിഷയമുണ്ട്. അവൾ പറഞ്ഞിരുന്നല്ലോ മാക്സിനോട് അവളുടെ കൂടെ ഇങ്ങോട്ട് വരാനായിട്ട്. എന്നാൽ അവനിപ്പോൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നൊന്നും അവൾ കേൾക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വീണ്ടും അവളെ കോൾ ചെയ്യാൻ ഫോൺ എടുക്കുമ്പോഴാണ് ഡോറിനിട്ട് ആരോ മുട്ടുന്നത്. അത് കേൾക്കുന്ന അവൻ പെട്ടെന്ന് തന്നെ പേടിക്കും. പറയാൻ പറ്റില്ല, കൊല്ലാനായിട്ട് ആരെങ്കിലും വന്നായിരിക്കും, റോയ് വന്നതായിരിക്കും. അവൻ മെല്ലെ ചെന്ന് ഡോറ് തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഹീറോ ആണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഹീറോയെ കാണുമ്പോൾ തന്നെ അവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ആരെ ഇങ്ങോട്ട് വിളിച്ചേ? നമ്മുടെ ആൾ പറയും, സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഇതൊരിക്കലും നിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇലക്കും മുള്ളിനും കേടില്ലാതെ നമുക്കിതെല്ലാം സോൾവ് ചെയ്യാന്ന് പറയുന്ന നേരം അവനൊരു കത്തിയും പിടിച്ചാണ് നിൽക്കുന്നത്. എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്ന് അവൻ പറയുന്ന നേരം നമ്മുടെ ആൾ ചോദിക്കും, ഈ ഒരു കത്തിയും വെച്ച് നീ എന്ത് ചെയ്യാനാ പോകുന്നത്? അങ്ങനെ നമ്മുടെ ആൾ അവനോടൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് മെല്ലെ കയറി നിൽക്കും. അവനാണെങ്കിൽ കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ല. ഹീറോ ആണെങ്കിൽ കുറേ കാലം മുന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിക്കുന്ന നേരം അവനതൊന്നും പറയുന്നില്ല. അതെല്ലാം പറയാനായിട്ട് അവൻ മടിയാണ്, അവൻ താല്പര്യം കാണിക്കുന്നില്ല. ഇതേ സമയത്ത് പുറത്തൊരു കാറിൽ റോയും അവന്റെ കൂട്ടുകാരനും ഗണ്ണുമായിട്ട് നേരെ മാക്സിന്റെ വീട് ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. അവൻ എങ്ങനെയാലും മാക്സിനെ കൊന്നാൽ മതി. എന്നാൽ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ജിമ്മിയോട് ഹീറോയോട് എന്തെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്താൽ മതിയെന്ന്. എന്നാൽ അവൻ പറയും, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് നീ ഉണ്ടാക്കി വെച്ചതെല്ലാം നീ തന്നെ അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ പിന്നാലെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവൻ മാക്സിന്റെ വീടിനെ മെല്ലെ മെല്ലെ ചുറ്റിപ്പറ്റും. ഇതേ സമയത്ത് അകത്തിരിക്കുന്ന ഹീറോ അവനോട് പറയും, ഞാൻ ഈ വീട്ടിലേക്ക് അവസാനമായിട്ട് വന്നത് അമ്മയുടെ മരണ ദിവസമായിരുന്നു. അതിന് മകൻ പറയും, നിങ്ങൾ അപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നല്ലോ. അതിന് ഹീറോ, അന്നിവിടെ മദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അത് കേൾക്കുന്ന മകൻ അത് ഇഷ്ടപ്പെടില്ല, മാക്സിന് തീരെ ഇഷ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഇതെല്ലാം കുട്ടികളിയാണോ എന്ന് ചോദിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയും. എന്നാൽ നമ്മുടെ ആള്, ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം നിന്റെ മക്കളോടൊക്കെ ഒന്ന് പറയുന്ന നേരം മകൻ പറയും, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, നിങ്ങൾ വെറും വേസ്റ്റ് ആണ്, ട്രാഷ്. എൻ്റെ മക്കളുടെ അടുത്തേക്ക് നിങ്ങൾ അടുപ്പിക്കാൻ പോലും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാൽ മതിയെന്ന് അവൻ വാശി പിടിക്കുന്ന നേരം ഹീറോക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആൾ മെല്ലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അതേ സമയത്താണ് ഗണ്ണുമായിട്ട് റോയ് അവന്റെ വീടിന്റെ പിന്നിൽ കൂടെ അകത്തേക്ക് കയറി വരുന്നത്. ഇതാണെങ്കിൽ മാക്സ് ഒന്നും അറിയുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഹീറോ ആണെങ്കിൽ പുറത്ത് കാണുന്നത് റോയുടെ കാറാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലായി അകത്ത് അവൻ കയറി വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരും. ഇതേ സമയത്ത് അവൻ മാക്സിന്റെ തൊട്ടു പിന്നാലെ വന്ന് അവന്റെ നെറ്റിക്ക് നേരെ ഗണ്ണ് വെച്ചു. പെട്ടെന്നാണ് ഒരു ഷോട്ട്. എന്ത് സംഭവിച്ചു നോക്കുന്ന നേരം റോയുടെ തൊട്ട് പിന്നീന്ന് ഹീറോ ആണ് അവന്റെ കഴുത്തിന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോര വാർന്ന് താഴെ വീഴും. ഇത് കാണുന്ന മകൻ പെട്ടെന്ന് തന്നെ ആംബുലൻസിന് വിളിക്കണമെന്ന് പറയുന്ന നേരം ഹീറോ പറയും, ഇനി അതിലൊന്നും കാര്യമില്ലടാ, മിണ്ടാതിരിക്കും. ഹീറോ അപ്പം തന്നെ അവന്റെ ഫോൺ എടുത്ത് അതിൽ പപ്പ എന്ന നമ്പറിൽ വിളിക്കും. ഷോണിനെയാണ് ഹീറോ ഇപ്പോൾ വിളിക്കുന്നത്. ഫോൺ എടുക്കുന്ന ഷോൺ, റോയ് എന്താ സംഭവിച്ചാൽ ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഇത് ഞാനാ വിളിക്കുന്നത്, ഒരു അപകടം സംഭവിച്ചു പോയി, എനിക്ക് നിന്റെ മകനെ കൊല്ലേണ്ടി വന്നു എന്ന് പറയും.
പറയും. അതിന് അങ്ങേര് ചോദിക്കും, നീ കാര്യമായിട്ടാണോ പറയുന്നത്? അതിന് ഹീറോ പറയും, അവൻ മാക്സിന്റെ വീട്ടിൽ വന്ന് അവനെ കൊല്ലാൻ നിൽക്കായിരുന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അവനെ കൊല്ലാൻ മാത്രമേ പറ്റിയുള്ളൂ എന്ന് പറയും. അതിന് അങ്ങേര് വിങ്ങിപ്പൊട്ടി, ഇതെങ്ങനെയാണ് അവസാനിക്കുകയെന്ന് നിനക്കറിയാലോ ജിമ്മി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൾ അതേന്ന് പറയും. മാക്സിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഷോണ് കോൾ കട്ട് ചെയ്യും. അങ്ങേര് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാക്സിനെയും കൊല്ലൂന്നാണ്. അപ്പോഴേക്കും ഇവിടെ മാക്സ് പറയും, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാന്ന്. അതിന് ഹീറോ പറയും, നീ അങ്ങനെയൊന്നും ചെയ്യല്ല എന്ന്. എന്നാൽ അവൻ ദേഷ്യത്തിൽ, നിങ്ങളൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മതിയെന്ന് പറഞ്ഞ് നമ്മുടെ ആൾ ഉന്തി പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പോലീസുകാർ ഈ കൊലപാതകം ആരാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, എൻ്റെ അച്ഛൻ തന്നെയാണ് ചെയ്തത്. ഇതേ സമയം ഷോണിന്റെ വീട്ടിലാണെങ്കിൽ അവനും ഭാര്യയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരൊറ്റ മകനാണിപ്പോൾ മരിച്ചിരിക്കുന്നത്. അവർക്ക് കരയാതെ വേറെ വഴിയൊന്നുമില്ല. ഇവിടെ മാക്സ് കോൾ ചെയ്തുകൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ സ്പോട്ടിലെത്തി. അവരാണെങ്കിൽ ഈ ബോഡിയെല്ലാം കാണുന്ന നേരം പെട്ടെന്ന് തന്നെ നമ്മുടെ മാക്സിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവൻ പറയുന്നുണ്ട്, ഞാനല്ല ചെയ്ത, എൻ്റെ അച്ഛനാണ്. എന്നാൽ അവരതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ അവനെ പുറത്തിറക്കിയിട്ട് പോലീസ് വണ്ടിയിൽ കയറ്റി അവൻ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അവൻ എന്നാലും വിളിച്ചു പറയുന്നുണ്ട്, ഞാനല്ല ഇതെല്ലാം ചെയ്തേന്ന്. എന്നാൽ പോലീസിന്റെ കാർ പോകുന്നത് നമ്മുടെ ഹീറോ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഹീറോ ഒന്നും നോക്കില്ല, പോലീസ് കാറിന്റെ തൊട്ടു പിന്നാലെ തന്നെ കാർ ഓടിച്ചു പോകും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, മകൻ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക എന്നുള്ള എല്ലാം ഹീറോക്ക് അറിയാം. കാറിലിരിക്കുന്ന പോലീസുകാർ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറയുന്നുണ്ട്, ക്രൈം സ്പോട്ടിൽ നിന്നും ഒരുത്തൻ ഇറങ്ങി ഓടുന്നത് അയൽവാസികൾ കണ്ടുവെന്ന്, ആയുധവുമായിട്ട് ഇറങ്ങി ഓടുന്നത് അയൽവാസികൾ കണ്ടുവെന്ന്. എന്നാൽ അവർ ചോദിക്കുന്നുണ്ട്, അവൻ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്ന്. പോലീസുകാരൻ തിരിഞ്ഞ് മാക്സിനെ നോക്കിയിട്ട് പറയും, അയൽവാസികൾ പറഞ്ഞത് ബ്ലാക്ക് ടീഷർട്ട് ബ്ലാക്ക് പാൻറ് അതാണ് അവൻ ധരിച്ചിരിക്കുന്നത്. എന്നാൽ മാക്സ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണോ കാണിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഷോണിന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ പോലീസ് കാറിന്റെ മുന്നിലേക്ക് അവന്റെ കാറുമായിട്ട് വരുന്നത്. ഇപ്പൊ പോലീസുകാർ അവന്റെ കാറിനെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. മാക്സിന് ഇപ്പോഴാണ് മനസ്സിലാവുക അവനൊരു വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അവൻ ഇപ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ വരുന്ന ഹീറോ പോലീസുകാർ മറ്റൊരു വഴിയിലേക്ക് തിരിയുമ്പോൾ തന്നെ ഓടിച്ചു വന്ന് പോലീസുകാരന് ഒരൊറ്റ ഇടിയാണ്. ആ ഇടി കിട്ടുമ്പോൾ തന്നെ പോലീസുകാർ ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോഴാണ് ഹീറോ ആണ് വന്ന് മുട്ടിയെന്ന് മനസ്സിലാവുക. അത് കാണുന്നവര് കൂടുതൽ നിർത്താനോ സംസാരിക്കാനോ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കില്ല. അവർ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് അവിടെ നിന്ന് ഓടിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഹീറോ പെട്ടെന്ന് തന്നെ പോലീസുകാരന്റെ തൊട്ടടുത്തേക്ക് ചെന്ന് അവർക്കിട്ട് ഇടി കൊടുക്കും. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ സൈറൺ ഓൺ ചെയ്ത് പെട്ടെന്ന് തന്നെ മുന്നോട്ട് ഓടിച്ചു പോകും. എന്നാൽ എന്തൊക്കെ വന്നാലും നമ്മുടെ ഹീറോക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ കാറിന്റെ ഇടയിൽ കൂടിയും ഓടിച്ചു വന്ന് പോലീസുകാരന്റെ പിന്നിലിട്ട് ഇടിക്കും. 2-3 ഇടി കിട്ടുന്ന നേരം പോലീസുകാരൻ പെട്ടെന്ന് തന്നെ കാർ ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഹീറോയുടെ കാറിനെ നോക്കി ഷൂട്ട് ചെയ്യും. അങ്ങനെ അവർ വീണ്ടും ഓടിച്ചു പോകുന്ന നേരം കാർ ഓടിക്കുന്ന പോലീസുകാരന്റെ ശ്രദ്ധയൊന്ന് തെറ്റുന്ന നേരം പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരു കാർ വരുന്നത്. പോലീസുകാരൻ പെട്ടെന്ന് തന്നെ വണ്ടി തിരിക്കുന്ന നേരം വണ്ടി ഇടിച്ചു മറിഞ്ഞ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിലേക്കാണ് വീഴുക. തൊട്ട് പിന്നിലെത്തുന്ന ഹീറോ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും മേലേക്ക് പൊട്ടിച്ച് നേരെ പോലീസുകാരൻ്റെ അടുത്ത് ചെന്ന് അവിടെ താഴെ വീണിരിക്കുന്ന ഹാൻഡ് കഫിന്റെ കീ എടുത്ത് കാറിന്റെ ചില്ലും പൊട്ടിച്ച് മകനെ പുറത്തിറക്കി അവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന ഒരു പോലീസുകാരൻ എഴുന്നേറ്റ് ഗണ്ണെടുത്ത് അവരെ ഷൂട്ട് ചെയ്യുന്നത്. ദേഷ്യം വരുന്ന മാക്സ് താഴെ കിടന്നിരുന്ന ഗണ്ണെടുത്ത് പോലീസുകാരനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരം ഹീറോ ഡോണ്ട് ഡു ഇറ്റ് മൈ സൺ എന്ന് പറഞ്ഞ് സ്വന്തം ഗണ്ണെടുത്ത് പോലീസുകാരനെ 4 ഷോട്ട് കൊടുത്ത് കൊന്നുകളയും. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് മെട്രോയിലേക്കാണ്. മകനാണെങ്കിൽ കാശ് കൊടുക്കാതെ ചാടി പോകുന്ന നേരം ഹീറോ ആണെങ്കിൽ ഏതോ ഒരുത്തൻ കാർഡ് വെച്ചതിൽ കൂടെയാണ് അകത്തേക്ക് കയറി വരുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ അങ്ങേര് എന്റെ കാശ് തിരിച്ചു തടോന്ന് പറഞ്ഞ് ഹീറോയെ പിടിച്ചിരുന്ന നേരം നമ്മുടെ ആളാണെങ്കിൽ അവനോട് കാര്യം പറയുന്നുണ്ട്, എനിക്കിപ്പം നിന്നോട് സംസാരിക്കാൻ സമയമല്ല എന്ന്. എന്നാൽ അവനത് മനസ്സിലാക്കുന്നില്ല. പെട്ടെന്നാണ് ഒരുത്തം വന്ന് നമ്മുടെ ഹീറോയെ പെരുത്ത് ഇടിയിടിക്കുന്നത്. മകനപ്പോഴേ കൂടി രക്ഷപ്പെട്ടു. എന്നാൽ ആ കാശ് ചോദിച്ച് വന്നവനാണെങ്കിൽ എനിക്ക് കാശൊന്നും വേണ്ടതെന്നും പറഞ്ഞ് അവിടുന്ന് പോകും. എന്നാൽ വന്നവനാണെങ്കിൽ ഹീറോയെ പെരുത്ത് ഇടിയാണ് ഇടിച്ചോണ്ടിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നേരത്തെ അവന്റെ ഭാര്യയെക്കുറിച്ചാണ് ഹീറോ മോശമായിട്ട് സംസാരിച്ചിരുന്നത്. അതിന്റെ ദേഷ്യം അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ പെരുത്ത് ഇടിയിടിക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമിലെത്തുന്ന മാക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ ഹുഡി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം പോലീസുകാരും തല്ലാനായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ അവൻ മെല്ലെ മെട്രോക്കകത്തേക്ക് കയറി ചെല്ലും. ഇവിടെ ഹീറോ ആണെങ്കിൽ അടികൊണ്ട് വീണ് കിടക്കുന്ന നേരം അവന്റെ ഭാര്യയെക്കുറിച്ച് വീണ്ടും മോശമായിട്ട് ഓരോന്ന് സംസാരിക്കും. എന്നാൽ ഇത്തവണ അവൻ അടിക്കാൻ വരുന്ന നേരം ഹീറോ പെരുത്ത് ഇടി പിടിച്ച് അവന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊന്നുകളയും. അങ്ങനെ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെല്ലുന്ന നേരം മകനെ കാണുന്നില്ല. എന്നാൽ മാക്സ് കാണുന്നുണ്ട് ഹീറോ അവനെ തെരഞ്ഞോണ്ട് നിൽക്കുന്നത്. എന്നാൽ അവൻ ഹീറോയെ വിളിക്കുന്നൊന്നുമില്ല. എന്നാൽ മെട്രോയുടെ ഡോർ അടയാൻ നേരം അവൻ ഡോർ പിടിച്ചു വെച്ച് ജിമ്മി ഇങ്ങോട്ട് കയറി വാന്ന് പറയും. അത് അവന്റെ അച്ഛനാണെങ്കിലും അവൻ ജിമ്മി എന്നാണ് വിളിക്കുക. അച്ഛാന്ന് ഒരിക്കലും വിളിക്കില്ല. അവൻ അച്ഛന്റെ പേരെടുത്താണ് വിളിക്കുക. ജിമ്മി എന്നാണ് പറയാ. എന്തായാലും മാക്സ് പറയും, ഞാൻ പോലീസുകാർക്ക് പിടി കൊടുക്കാൻ പോവാണ്, എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ഹീറോ പറയും, നീ പിടി കൊടുക്കല്ലേ, നീ പിടി കൊടുത്താലേ പിന്നെ നീയും നിന്റെ കുടുംബം ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവൻ ഹീറോയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ്. അച്ഛനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ്. പണ്ട് മുതലേ അച്ഛൻ അവരെ ഒന്നും നോക്കിയില്ലായിരുന്നല്ലോ. അതിനെക്കുറിച്ചെല്ലാം അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം നമ്മുടെ ആൾ പറയും, അതൊക്കെ ശരി, ഓക്കെ, അവർ നിന്നെ പിടിക്കാനായിട്ട് വരും. നിന്നെ കിട്ടിയില്ലെങ്കിൽ അവർ നിന്റെ കുടുംബത്തെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. നിനക്കിപ്പോൾ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ഞാനാണ്. ഞാനുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ജീവനോട് ഇരിക്കാൻ പറ്റൂ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഷോൺ അവന്റെ ആളുകളെല്ലാവരെയും അവന്റെ വീട്ടിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടാകും. അവന്റെ മകൻ ചെയ്ത കൊലപാതകങ്ങളെല്ലാം ആ കുറ്റങ്ങളെല്ലാം നിന്റെ പേർക്ക് തിരിച്ചുവിടും. ശേഷം നിന്റെ ഹിസ്റ്ററി എല്ലാം അവർ ചെകഞ്ഞെടുക്കും. നിന്നിലേക്ക് ആരുടെ അടുത്ത് നിന്ന് എത്തിപ്പെടാന്ന് അവരെല്ലാം മനസ്സിലാക്കി നിന്റെ കുടുംബം, നിന്റെ കൂട്ടുകാർ, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ എല്ലാവരെയും അവർ ചെകഞ്ഞ് പരിശോധിക്കും. മാത്രമല്ല
മാത്രമല്ല ഇപ്പോൾ പോലീസുകാരും നമ്മളെ പിടിക്കാനായിട്ട് അവരുടെ കൂടെ കൂടിയിട്ടുണ്ടാകും. പോലീസുകാരെ കൊന്ന ആളുകളെ അവരൊരിക്കലും വിചാരണ കഴിക്കില്ല, അവർ എൻകൗണ്ടർ ചെയ്ത് കളയും. ഹീറോ പറയും, ഇന്നൊരൊറ്റ രാത്രി മാത്രം ഞാൻ പറയുന്ന എല്ലാം നീ കേൾക്കണം, ഇന്നൊരൊറ്റ രാത്രി മാത്രം, അത് മാത്രം മതി എനിക്ക്. എന്തായാലും മകനും അത് സമ്മതിച്ചു. അങ്ങനെ മെട്രോന്ന് പുറത്തിറങ്ങുന്ന അവര് വഴിയിൽ കണ്ടുവെച്ചൊരു കാറ് കുത്തി തുറന്ന് ഹീറോ അവനോട് ആ കാറിൽ നേരെ കുടുംബത്തിനടുത്തേക്ക് ചെല്ലാൻ പറയും, ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ പറയും. നിങ്ങൾ അങ്ങോട്ടാണ് പോണതെന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഞാൻ ഷോണിനെ കാണാനൊന്ന് ചെല്ലട്ടെ, കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒതുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും. ഇതേ സമയത്ത് ഷോണാണെങ്കിൽ മകന്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, ഞാൻ അവനോട് പറഞ്ഞാണ്, അവനതൊന്നും കേട്ടില്ല എന്ന്. എന്നാൽ ഷോൺ വന്ന് അവനെ സമാധാനിപ്പിച്ച് കത്തിയെടുത്ത് അവന്റെ പുറത്ത് കുത്തി 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 അവനെ കൊന്നുകളയും. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ആങ്ങളയുടെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യ ടി-വിയിൽ ഈ ന്യൂസ് എല്ലാം കാണുന്നത്. ഹീറോയെയും മകനെയും ഇന്ന് രാത്രി പോലീസുകാരെല്ലാവരും അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുള്ള ന്യൂസ് കാണുന്നത്. അവര് 2 പോലീസുകാരെ കൂടെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്ന നേരം അവൾ ആകെ പേടിക്കും. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവില്ല. അന്നേരം തന്നെയാണ് കാര്യങ്ങളെല്ലാം അറിയുന്ന ഡിറ്റക്റ്റീവ് ഹീറോയെ പിടിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നത്. അങ്ങേർക്ക് എങ്ങനെങ്കിലും ഹീറോയെ പിടിച്ചാൽ മാത്രം മതി. അങ്ങേര് കുറേ കാലമായി ഹീറോയോട് ചോദിക്കുന്നു, ഹീറോ ഇല്ലാതാക്കിയ കുടുംബങ്ങളുടെയും ആളുകളുടെയും പേര് എഴുതി തരുമെന്ന്. എന്നാൽ അതൊന്നും ഹീറോ ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ ദേഷ്യവും അങ്ങേർക്കുണ്ട്. എന്നാൽ അപ്പോഴാണ് അങ്ങേരുടെ ഫോണിലേക്ക് നമ്മുടെ ആൾ വിളിക്കുന്നത്. നമ്മുടെ ആൾ ആദ്യം തന്നെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് പറയാ. എന്നാൽ അങ്ങേര് പറയും, എനിക്കൊരിക്കലും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾ കൊന്നവരിൽ പോലീസുകാർ വരെയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഹീറോ പറയും, അവരൊന്നും ചെയ്തില്ല, അവൻ ആരെയും കൊന്നില്ല, ഞാൻ മാത്രമാണ് എല്ലാവരെയും കൊന്നേ. അതിന് അങ്ങേര് പറയും, നീ മെയിൻ പോലീസുകാരനെ കൊന്നു കളഞ്ഞപ്പോൾ നിന്റെ മകൻ അസിസ്റ്റന്റിനെയും കൊന്നു കളഞ്ഞു, അങ്ങനെയാണ് ഇനി ന്യൂസ് എല്ലാം വരാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ഹീറോ അങ്ങേരുടെ മുന്നിലേക്ക് ഒരു ഓഫർ വെക്കും, നീ എൻ്റെ മകനെ സേഫ് ആക്കിയാൽ ആ 2 പോലീസുകാരെയും ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി സറണ്ടർ ആവാം. എന്നാൽ അങ്ങേര് പറയും, എനിക്ക് അതൊന്നുമല്ല വേണ്ടേ, നീ എത്ര കുടുംബത്തെ ഇല്ലാതാക്കി അവരുടെ ലിസ്റ്റാണ് എനിക്ക് വേണ്ടേ. അതിന് ഹീറോ പറയും, അതെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, അതിൻ്റെ സമയമാവട്ടെ. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് മാക്സ് അവൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ വീട്ടിലെത്തുന്നത്. അവിടെ തന്നെയാണല്ലോ ഭാര്യയുള്ളത്. അങ്ങോട്ട് കയറി ചെല്ലുന്ന നേരം ഭാര്യ പറയും, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ മാക്സ് പെട്ടെന്ന് തന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞെടുക്കും. അങ്ങനെ അവൾക്ക് കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മനസ്സിലാകും. അവൾക്കറിയാം അവളുടെ കെട്ടിയൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളത്. കാരണം അച്ഛനൊരു മോശം വ്യക്തി ആയതുകൊണ്ടാണല്ലോ അവൻ അച്ഛൻ ഇഷ്ടമല്ലാത്തേ. അങ്ങനെയുള്ള അവൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് അവൾക്കും അറിയാം. പെട്ടെന്നാണ് ഡോറിനിട്ട് ആരോ മുട്ടുന്ന കേൾക്കുക. അതവരായിരിക്കും എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ഭാര്യയും മക്കളെയായിട്ട് വീടിന്റെ മേലെ ചെന്ന് ഒളിച്ചു നിൽക്കും. ആങ്ങളെ വന്ന് ഡോറ് തുറന്നു നോക്കുന്ന നേരം ഷോണിന്റെ ആളുകളാണ് വന്നിരിക്കുന്നത്. അവര് 2 പേരുണ്ട്. അവര് കൂടുതലൊന്നും സംസാരിക്കാതെ നേരെ വീടിനകത്തേക്ക് കയറി വന്ന് അവിടെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അതിലൊരുത്തൻ നേരെ മേലേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ തരില്ലേ എന്ന് ആങ്ങളെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മിണ്ടാതെ അങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് മേലെ മാക്സും കുടുംബമാണെങ്കിൽ ബാത്റൂമിന്റെ ഏതോ ഒരു മൂലയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അവിടെ എവിടെയോ വന്ന് ഒളിച്ചിരിക്കുകയാണ്. മേലെ തിരയുന്നവനാണെങ്കിൽ അവൻ എത്ര തിരഞ്ഞിട്ടും അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്താണ് താഴെ ടേബിളിൽ മകള് കളർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ക്രയോൺ അവിടെ ആങ്ങളെ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ അവനൊന്ന് പേടിക്കും. അതെങ്ങാനും കണ്ടാൽ അവർക്ക് മനസ്സിലായി ഇവിടെ ചെറിയ കുട്ടികൾ ആരോ വന്നിരുന്നു എന്ന്. അവൻ മറഞ്ഞു നിന്ന് മെല്ലെ അത് കയ്യിലാക്കും. എന്നാലും അവന്റെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് ഞാൻ പോലീസിനെ വിളിക്കാന്ന് പറയുന്ന നേരം അവൻ ഫോൺ താഴിട്ട് പൊട്ടിച്ചളയും. മേലെയുള്ളവനാണെങ്കിൽ ബാത്റൂമിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അവരെ കാണുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ എങ്ങോട്ടോ മാറിക്കളഞ്ഞു. എന്തായാലും താഴെയുള്ളവന് ഫോണിലേക്ക് ആരോ വിളിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ മേലെയുള്ളവനെയും വിളിച്ച് അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ആങ്ങളെ വന്ന് അവരെ കണ്ടുപിടിക്കുമ്പോഴാണ് അവർക്കെല്ലാവർക്കും സമാധാനമാവുന്നത്. ഇതേ സമയത്ത് ഹീറോ നേരത്തെ ഷോണുമായിട്ട് പറഞ്ഞുറപ്പിച്ചിരുന്ന ഒരു ഹോട്ടലിലേക്കാണ് വരുന്നത്. അവരവിടെ വെച്ച് സംസാരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഹീറോ അങ്ങനെ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്ന നേരം അവനൊരു ഡ്രിങ്ക്സ് എല്ലാം ഓർഡർ ചെയ്യും. അന്നേരം ഷോൺ മകൻ്റെ ബർത്ത്ഡേക്ക് പണ്ടൊരു ദിവസം ഇങ്ങോട്ട് വന്നിരുന്ന കഥയെല്ലാം പറയുന്ന നേരം ഹീറോ വളഞ്ഞൊന്നും പിടിക്കാതെ കാര്യങ്ങളെല്ലാം വളച്ചു കെട്ടാതെ നേരെ തന്നെ ചോദിക്കും, ഷോൺ, ഞാൻ എൻ്റെ മകന് വേണ്ടി നിന്നോട് യാചിക്കുകയാണ്. അവനിപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, അവൻ നല്ലപോലെയാണ് ജീവിക്കുന്നത്, 2 പെൺകുട്ടികളുള്ള ഒരു അച്ഛനാണ് അവൻ. അതിന് ഷോൺ പറയും, നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കെന്നല്ല ആർക്കും കേൾക്കണ്ട, നിന്നെയും വേണ്ട. നിന്നോട് ആകെ സ്നേഹം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. എന്നാൽ അരമണിക്കൂർ മുമ്പ് നീ എൻ്റെ മകനെ കൊന്നപ്പോൾ അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ജിമ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിലുള്ളതെല്ലാം വെച്ച് ഞാൻ നിന്റെ മകൻ്റെ പിന്നാലെ ഉണ്ടാകും. അതിന് ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ അവനെ തൊടാൻ ഞാനും സമ്മതിക്കില്ല. ഷോണ് പറയും, നിനക്ക് വേറെ വഴിയില്ല, എല്ലാം അവസാനിച്ച് നമ്മൾ ഇതേ റെസ്റ്റോറൻറ്റിൽ ഇതേ ടേബിളിൽ വന്നിരിക്കും. എന്നിട്ട് മകനില്ലാതെ ശൂന്യമായി കിടക്കുന്ന എൻ്റെ കണ്ണ് പോലെ എനിക്ക് നിന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കണം. എന്തായാലും ഹീറോ സംസാരമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന നേരം തൊട്ടു പിന്നാലെ തന്നെ ഷോണിന്റെ ആളുകൾ നമ്മുടെ ആളെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ അടുത്തായിട്ട് ഒരു സ്റ്റേഡിയത്തിൽ ഐസ് ഹോക്കിയുടെ ഒരു ഫൈനൽ കഴിഞ്ഞിരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ഹീറോ താഴെ നിന്ന് കിട്ടിയിരുന്ന ഒരു ടിക്കറ്റിന്റെ കഷ്ണമായിട്ട് നേരെ സ്റ്റേഡിയത്തിലേക്കാണ് ചെല്ലുക. ഞാൻ എൻ്റെ പേഴ്സ് അകത്ത് വെച്ച് മറന്നുപോയി, ഇതെൻ്റെ ടിക്കറ്റാണ്, ഞാൻ അത് എടുത്തു വന്നോട്ടെ എന്ന് ചോദിച്ച് ഹീറോ അതിനകത്തേക്ക് കയറി ചെല്ലും. എന്നാൽ തൊട്ടു പിന്നാലെ വരുന്നവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഹീറോ മകൻ ഇപ്പം നിൽക്കുന്ന ഭാര്യയുടെ ആങ്ങളുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എത്തി മകനെ പുറത്തേക്ക് വിളിക്കും. ഞാൻ നിന്നെ കുട്ടിക്കാലത്ത് കൊണ്ടുപോയിരുന്ന കടൽ തീരത്തിനടുത്തുള്ള ഒരു വീട് നിനക്ക് ഓർമ്മയില്ലേ, നീ പെട്ടെന്ന് തന്നെ നിന്റെ ഫാമിലിയായിട്ട് നേരെ അങ്ങോട്ട് ചെല്ല്. എന്നാൽ ഇവിടെ കൂടുതൽ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാകുന്ന അവൻ പെട്ടെന്ന് തന്നെ
അവരെയും വിളിച്ച് കാറിൽ കയറ്റിയിട്ട് അവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും, ആ വീടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അന്നേരമാണ് മാക്സിന്റെ മകള് ഹീറോയെ കാണിച്ചിട്ട് അതാരാന്ന് ചോദിക്കുക. അന്നേരം ഹീറോ മഴയത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ മാക്സ് പറയും അത് നിനക്ക് അറിയാത്ത ആളാണ്, കൂടുതലൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് അവരെയും വണ്ടിയിൽ കയറ്റിയിട്ട് അവരെ യാത്രയാക്കും. നീ എന്താ അവരുടെ കൂടെ പോകാത്തതെന്ന് ഹീറോ ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാൻ ബോക്സിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സ്റ്റുഡന്റ് റോയ് ആ ഡീലറുടെ അസിസ്റ്റന്റിനെ കൊല്ലുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് അവൻ എങ്ങനെയും കണ്ടുപിടിക്കണം, ഞാൻ അവനെ കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുന്ന നേരം ഹീറോ സമ്മതിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ പയ്യനെ തിരഞ്ഞു പോവുകയാണ്. ഇതേ സമയത്ത് ഷോൺ ഒരു പ്രൊഫഷണൽ കില്ലറെ വിളിച്ച് ഹീറോയെയും മകനെയും കൊന്നുകളയാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ മകനെ കൊന്നു കഴിഞ്ഞ് ഹീറോയെ ഞാൻ കണ്ടിട്ട് മാത്രമേ നീ അവനെ കൊല്ലാവൂ എന്ന് അവനോ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയെയാണ് കൊല്ലേണ്ടതെന്ന് അവൻ കേട്ടപ്പോൾ തന്നെ അവൻ പറയും, ആ നാറിയാണോ കൊല്ലണ്ടേ, അവനെ കൊല്ലാനായിട്ട് നിങ്ങൾ 5 കാശ് എനിക്ക് തരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഇത് ക്ലീൻ ആയിക്കോളാം. എന്താണെന്നറിയില്ല, ആ നാട്ടിൽ വന്നവനും നിന്നവനും പോയവനും ഒന്നും ഹീറോ ഇഷ്ടമല്ല. ഇവിടെ പയ്യന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹീറോ മകനോട് മാക്സിനോട് സുഖവിവരങ്ങളെല്ലാം ചോദിക്കുന്ന നേരം അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. മറിച്ചവൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് എൻ്റെ സുഖവിവരങ്ങളെല്ലാം അറിയാൻ തുടങ്ങിയ, നിങ്ങൾ ഇതിനു മുന്നേ എപ്പോഴേലും എന്നോട് ചോദിച്ചിരുന്നോ? അവൻ അച്ഛനെ വീണ്ടും വീണ്ടും വെറുക്കുന്നു എന്ന് പറയുന്ന നേരം അതിന്റെ സാഹചര്യം എന്താണെന്ന് ഹീറോ പറഞ്ഞു കൊടുക്കും. പണ്ട് ഹീറോ തല്ലും വെട്ടും കുത്തുമൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് തന്നെ ഹീറോയുടെ കുടുംബം ഒരിക്കലും സേഫ് ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഹീറോ കുടുംബത്തെ മെയിൻ ചെയ്യാതിരുന്നത്. അവരോട് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നെങ്കിൽ ഹീറോയുടെ എതിരാളികളെല്ലാം ആദ്യം തന്നെ ഹീറോയുടെ കുടുംബത്തെ ആയിരിക്കും ഇല്ലാതാക്കുക. അത് വേണ്ടാന്ന് വെച്ചാണ് നമ്മുടെ ആൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നത്. എന്നിരുന്നാലും ഹീറോ മാക്സിനോടും ഭാര്യയോടും എല്ലാം സ്നേഹം കാണിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഹീറോ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരോട് അടുത്ത് വന്ന് സ്നേഹം കാണിക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഇത് കേൾക്കുന്ന മാക്സ് ആണെങ്കിൽ അത് കൂടുതലൊന്നും കാര്യമാക്കുന്നില്ല. എന്തായാലും അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ പയ്യന്റെ വീടിനടുത്തെത്തി. അവൻ ഏതോ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അവരങ്ങനെ ആ ബിൽഡിങ്ങിൽ കയറി അവിടെയുള്ള ആളുകളോട് എല്ലാവരോടും ആ പയ്യന്റെ വീട് ഏതാ, ആ പയ്യൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കാണ്. എന്നാൽ ഇവർ ഈ വീട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു അമ്മച്ചി കാണുന്നുണ്ട്. ഈ അമ്മച്ചിയാണെങ്കിൽ ടി വിയിൽ അവരെ കുറിച്ചുള്ള ന്യൂസ് നേരത്തെ കണ്ടതുമാണ്. അമ്മച്ചി അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു പറയും, ഈ ന്യൂസിൽ കണ്ട 2 ആളുകൾ ഈ അപ്പാർട്ട്മെന്റിൽ ഈ ബിൽഡിങ്ങിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോഴേക്ക് പോലീസുകാർ വാക്കി ടോക്കിയിൽ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കും. ഇതേ സമയത്ത് ആ പ്രൊഫഷണൽ കില്ലർ ആണെങ്കിൽ ഹീറോയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങേര് ഹീറോയും മകനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ നോക്കി നിൽക്കുമ്പോഴാണ് പോലീസുകാർ വാക്കി ടോക്കിയിൽ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്നത് അങ്ങേരുടെ ഇയർബഡിൽ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങേര് ആ ബിൽഡിങ്ങിലേക്ക് വെച്ച് പിടിക്കും. ഇതേ സമയത്ത് നമ്മുടെ ടീമാണെങ്കിൽ ഏതോ ഒരു മുറിയിൽ വെച്ച് ആ പയ്യന്റെ അനിയനെ കാണും. അവനെ പിടിച്ച് നിന്റെ ചേട്ടൻ എവിടെ പോയെന്ന് ചോദിക്കുന്ന നേരം അവൻ അറിയില്ല, അവന്റെ ചേട്ടൻ എങ്ങോട്ടാണ് പോയെന്നൊന്നും അവൻ അറിയില്ല. അപ്പോഴാണ് ഹീറോ പുറത്തേക്ക് നോക്കുന്ന നേരം പോലീസുകാരെല്ലാം അവിടെ വളഞ്ഞിരിക്കുന്ന കാണുക. മാത്രമല്ല ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. പോലീസുകാർ പെട്ടെന്ന് തന്നെ ബിൽഡിങ്ങിലേക്ക് ഓടി കയറി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി വിടും. എന്നാൽ ഒരു വീട്ടിലുള്ള ആളുകൾ പോകുന്ന നേരം അവരുടെ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോകും. ഇതേ സമയത്താണ് ആ കില്ലർ ഒരു പോലീസുകാരനെയും കുത്തിക്കൊന്ന് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി വരുന്നത്. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു ഇപ്പോൾ ഉറപ്പാണ്. അവൻ അകത്തെത്തിയപ്പോൾ തന്നെ ബിൽഡിങ്ങിലേക്കുള്ള കറണ്ട് സപ്ലൈ കട്ട് ചെയ്യും. അതേ സമയത്ത് തന്നെ മേലെ കത്തിക്കൊണ്ടിരുന്ന സ്റ്റൗ ഇല്ലായിരുന്നോ, അത് പെട്ടെന്ന് തന്നെ പേനിലേക്ക് കത്തി പിടിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് പോലീസുകാർ നമ്മുടെ ടീമിനെ കാണുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടീം ഒളിച്ചു നിൽക്കും. ഇതേ സമയത്ത് ആ പേൻ കത്തിയിരുന്ന റൂമിലായിരുന്നോ, അതെല്ലാം കത്തിപ്പിടിച്ച് അത് പൊട്ടിത്തെറിക്കും. അന്നേരം ആളുകളെല്ലാം താഴേക്ക് ഇറങ്ങി ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയും മകനും കൂടെ താഴേക്ക് ഇറങ്ങും. അപ്പോഴാണ് ആ കില്ലർ നമ്മുടെ ആളുകളെ കാണുന്നത്. അവൻ ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ടീം ഓടിക്കളയും. മാക്സിനോട് അതൊരു പ്രാന്തനാണ്, നീ പെട്ടെന്ന് എന്നോട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ഹീറോ ആ കില്ലറിന്റെ ശ്രദ്ധയും തെറ്റിച്ച് ഹീറോയുടെ തൊട്ടു പിന്നാലെ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ആള് ആ ബിൽഡിങ്ങിൽ നിന്ന് മെല്ലെ താഴേക്ക് ഇറങ്ങി തൊട്ട് താഴെ ഉണ്ടായിരുന്ന റൂമിലേക്ക് ചെല്ലും. എന്നാൽ ആ കില്ലർ ആണെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. താഴെ എത്തുമ്പോൾ തന്നെ ഹീറോ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു. അങ്ങനെ അവൻ തട്ടിപ്പോയെന്ന് വിചാരിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൻ പിന്നെ എഴുന്നേറ്റ് വരുന്നത്. അവൻ ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ അവൻ അതൊന്നും കൊണ്ടില്ല. അങ്ങനെ പെരുത്ത അടിയുടെ ഇടയിൽ ഹീറോ അവന്റെ മുഖം പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ചൂടിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മാക്സ് അങ്ങോട്ട് വന്ന് കില്ലറുടെ തലയിൽ ഗണ്ണ് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹീറോ നീ അവനെ ഷൂട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് പോകുന്നവരാണ് പോലീസുകാർ അങ്ങോട്ട് കയറി വരുന്നത്. എന്നാൽ കില്ലറിനും അവിടുന്ന് രക്ഷപ്പെടാണെങ്കിൽ പോലീസുകാരനെ കൊല്ലണമല്ലോ. അങ്ങനെ കില്ലറാണ് പോലീസുകാരെ എല്ലാവരെയും കൊല്ലുന്നത്. നമ്മുടെ ടീമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി വന്ന് ബിൽഡിങ്ങിന്റെ കമ്പിയും പിടിച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഡിക്റ്റേറ്റീവ് ഓടി വന്ന് തലയിലേക്ക് ഗണ്ണ് വെക്കുക. ജിമ്മി അടങ്ങെന്ന് പറയുന്ന നേരം തൊട്ട് മേലെന്നാണ് കില്ലർ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നത്. ഷോൾഡറിന് കൊള്ളുന്നോണ്ട് തന്നെ താഴേക്ക് വീഴും. താഴെ വീഴുന്നോണ്ട് തന്നെ കാലും കൂടെ ഉളുക്കി കിട്ടും. എന്നിരുന്നാലും അവിടെ നിന്ന് ഓടുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ ഹെലികോപ്റ്ററിൽ വെളിച്ചെല്ലാം കാണിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ ആളുകളാണെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് ഓടി ചെന്ന് കയറും. തൊട്ടു പിന്നാലെ തന്നെ പോലീസുകാരും അവിടെ എത്തിയെങ്കിലും അവരെ കാണുന്നില്ല. നമ്മുടെ ടീമാണെങ്കിൽ അവരുടെ കണ്ണെല്ലാം വെട്ടിച്ച് മറ്റൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവരിപ്പോൾ ചെല്ലുന്നത് ഹീറോയുടെ അങ്കിളിന്റെ വീട്ടിലേക്കാണ്, മാമന്റെ വീട്ടിലേക്കാണ്. അവിടെ കയറി ചെന്ന് നഗരത്തിൽ വെച്ച് ആരോ ഒരാൾ എന്നെ കുത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഹീറോ പറയാ. മാക്സ് അങ്ങനെ ബുള്ളറ്റ് എടുത്തു കൊടുക്കാനുള്ള സഹായം എല്ലാം ചെയ്യുന്നേരം മാമനാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചെടുക്കും. കൂടെ തന്നെ ഹീറോയോട് പറയും നിന്റെ അമ്മ ഇപ്പൊ ആശുപത്രിയിലാണെന്ന്. നമ്മുടെ ആളാണെങ്കിൽ ഇതിപ്പോഴാണ് അറിയുന്നത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാമൻ വീണ്ടും ചോദിക്കും ഇതെന്ത് പറ്റിയാന്നാ പറഞ്ഞ്, ടി വിയിൽ നിങ്ങളുടെ ഫോട്ടോയൊക്കെ കാണുന്നുണ്ടല്ലോ. ശരിക്കും അങ്ങേർക്ക് അറിയാം ഹീറോ എന്ത് പണിയൊപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്ന്. എന്നിരുന്നാലും ആ മുറിവൊന്ന് നന്നാക്കി എടുക്കാനുള്ള സമയമാണ് അവർക്ക് കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഹീറോയോട് പുറത്തിറങ്ങാൻ പറയും. അന്നേരം മാക്സ് പറയും അങ്ങേരെ എന്നെ സഹായിക്കാനാണ് ഇതെല്ലാം ചെയ്തേ, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് അങ്ങേര് ചെയ്തേ,
അതിന് മാമൻ പറയും, സ്വന്തം കസിനെ കൊന്നവനാണോ നിന്നെ സഹായിക്കാൻ പോകുന്നത്? എന്നാൽ അങ്ങേര് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മാക്സിന് മനസ്സിലായില്ല. അപ്പോഴാണ് അങ്കിള് പറഞ്ഞു കൊടുക്കുക, ഹീറോക്കൊരു കസിൻ ഉണ്ടായിരുന്നു. അവൻ പണ്ട് ഹീറോയും ഷോണും കൂടെ കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്നുകളെല്ലാം വലിച്ചു കയറ്റി അവര് രണ്ടുപേരും, ഹീറോയും ഷോണും, വലിയ ഹീറോസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ അവരെ ആരാധിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ നടന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് അവന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പോലീസുകാർ പിടിക്കുന്നത്. എന്നാൽ പോലീസുകാർക്ക് അറിയാം ഇത് ഷോണാണ് ഇറക്കി കൊണ്ടുവരുന്നതെന്ന്. എന്നാൽ അവനെതിരായിട്ട് സാക്ഷി പറയാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ കസിനോട് പോലീസുകാർ പറഞ്ഞു, നീ ഷോണിനെതിരെ മൊഴി കൊടുത്തില്ലെങ്കിൽ നിന്നെ 10 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുമെന്ന്. അത് പേടിക്കുന്നവൻ മൊഴി കൊടുക്കാന്ന് പറയും. എന്നാൽ ആ സമയത്താണ് ഹീറോ അവന്റെ വീട്ടിലേക്ക് കയറി വന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നത്. ഇതെല്ലാം ഹീറോ ഷോണിന് വേണ്ടിയാണ് ചെയ്തത്. അതുകൊണ്ട് മാമൻ പറയും, ഇനി നിന്റെ ജീവനം എന്താവാൻ പോവാന്ന് ആർക്കറിയാം. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന മാക്സ് ഹീറോയും തള്ളി മാറ്റി കാറും എടുത്തോണ്ട് അവിടുന്ന് പോകും. ഹീറോ ആണെങ്കിൽ അവിടുന്ന് നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ കാണാനാണ്. അങ്ങനെ ആരുമില്ലാതെ അമ്മയുടെ റൂമിൽ കയറി ചെന്നിരിക്കും. അമ്മയാണെങ്കിൽ അവിടെ ഒരു ലെറ്ററിൽ നമ്മുടെ ആൾക്കായിട്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം വായിക്കുന്ന ഹീറോ ആകെ വിഷമിക്കും. അതിന്റെ തൊട്ട് പിന്നിൽ തന്നെ ഹീറോ ഇല്ലാതാക്കിയ കുടുംബത്തിന്റെ പേരുകളെല്ലാം ഹീറോ എഴുതി വെക്കുകയും ചെയ്യും. ഇതേ സമയത്ത് തന്നെയാണ് മാക്സ് ആ കടൽ തീരത്തുണ്ടായിരുന്ന ഭാര്യയും ആങ്ങളെയും പോയിരുന്ന ആ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഭാര്യ ഉറങ്ങിയായിരുന്നു. എഴുന്നേറ്റ് എന്തൊക്കെയായെന്ന് ചോദിക്കുന്ന നേരം ഒന്നും ആയില്ല, എല്ലാം ശരിയാകുന്നു പറഞ്ഞ് അവൻ അവളുടെ കൂടെ കിടക്കും. ഇതേ സമയത്ത് ഹീറോ ഇതെല്ലാം കൂടെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ഷോണിനെ കോൾ ചെയ്യും. പിന്മാറാനായിട്ട്, ഞാൻ നിനക്ക് ഒറ്റ അവസരം കൂടെ തരികയാണ്. നീ മാക്സിന്റെ പിന്നാലെ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് പറയുന്ന നേരം ഷോൺ പറയും, ഞാൻ അവന്റെ പിന്നാലെ അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകണം? എനിക്ക് എങ്ങോട്ടും പോകാനില്ല, എനിക്ക് എങ്ങോട്ടും പോകാൻ ഒരു വഴിയുമില്ല. അതിന് ഹീറോ, ഇത് ഞാനും നീയും തമ്മിലുള്ള പ്രശ്നമാണ്, അതിലേക്ക് എൻ്റെ മകനെ കൂടെ വലിച്ചിടാൻ ആവശ്യമില്ല. അതിന് ഷോൺ ഹീറോയെ ഇംഗ്ലീഷുകാരുടെ ദേശീയ തെറി വിളിക്കും. നമ്മുടെ ആൾ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഷോൺ കൂടെയുള്ള ആളുകളോട് അവൻ വരുന്നുണ്ട്, എല്ലാവരും അലേർട്ടായി ഇരിക്കാനായിട്ട് പറയും. ഇവിടെ ഹീറോ നേരെ ചെല്ലുന്നത് ഹീറോക്ക് അറിയുന്ന ഷോൺ എപ്പോഴും ഉണ്ടാകുന്ന പബ്ബിലേക്കാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരെയും ഷൂട്ട് ചെയ്യും. അവരെ എല്ലാവരെയും ഹീറോക്ക് അറിയുന്നതാണ്, ഹീറോ ആയിട്ട് പരിചയമുള്ള ആളുകളാണ്. എന്നിരുന്നാലും ഷോണിനെതിരെ നിൽക്കുന്ന നേരം അവരെയൊന്നും കൊല്ലാതിരിക്കാൻ ഹീറോക്ക് പറ്റില്ല. എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കൊന്ന് ഒളിച്ചിരിക്കുന്നവരെ എല്ലാം ഹീറോ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതേ സമയത്ത് അകത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ ഷോണിന്റെ അസിസ്റ്റന്റ് കാത്തു നിൽക്കുകയാണ്. ഇതേ സമയത്താണ് പുറത്ത് നിൽക്കുന്ന ഹീറോ ഒരുത്തനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരം അവൻ പേടിച്ച് ഹീറോയെ ഷൂട്ട് ചെയ്യാതെ നിൽക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ആള് ഷോണിന്റെ ഓഫീസിലേക്ക് കയറാനുള്ള ഡോറ് അവനോട് തുറക്കാൻ പറയും. അവൻ പേടിച്ച് വന്ന് ഡോറ് തുറക്കുന്ന നേരം ഷോണിന്റെ അസിസ്റ്റന്റ് ഷൂട്ട് ചെയ്ത് അവനെ കൊന്നുകളയും. അവൻ അങ്ങനെ താഴേക്ക് വീണു. അങ്ങനെ നമ്മുടെ ആളും എല്ലാം അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം അസിസ്റ്റന്റ് ആണെങ്കിൽ മറ്റൊരു റൂമിലേക്ക് മാറി അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഹീറോക്കാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രെയിമിൽ കൂടെ അവൻ ഒളിച്ചു നിൽക്കുന്ന കാണാം. കൂടുതലൊന്നും ചിന്തിക്കില്ല, അവൻ ഈ മതിലിന്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ആ മതിലിൽ കൂടെ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ അകത്തേക്ക് കയറുന്ന നേരം ഷോൺ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഹീറോ അവനെ പിടിക്കാനായി അവന്റെ തൊട്ട് പിന്നാലെ വെച്ച് പിടിക്കും. ഷോൺ ആണെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ് ഓടിക്കയറുന്നത്. അവിടെ ട്രെയിനുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാൻ ഹീറോക്ക് പറ്റില്ല. അന്നേരം ദൂരെ എവിടെയോ ഒളിച്ചു നിൽക്കുന്ന ഷോൺ ഹീറോയും ഷോണും തമ്മിലുണ്ടായിരുന്ന പണ്ടത്തെ ഓർമ്മകളെല്ലാം വിളിച്ചു പറയും. ഹീറോ ആണെങ്കിൽ അതിനെല്ലാം എതിര് പറഞ്ഞ് ഷോണിനെ തെരഞ്ഞോട് നിൽക്കുകയാണ്. അന്നേരം ദൂരെ ഒളിച്ചു നിൽക്കുന്ന ഷോൺ നല്ലൊരു തക്കം കിട്ടുന്ന നേരം പെട്ടെന്ന് തന്നെ ഹീറോയെ വന്ന് ഷൂട്ട് ചെയ്യും. എന്നാൽ ഹീറോ തിരിച്ചവനെ ഷൂട്ട് ചെയ്യും. പക്ഷേ ഷോണിന്റെ ഷോട്ട് ഹീറോക്ക് കൊണ്ടില്ല. ഹീറോ ഷൂട്ട് ചെയ്തതാണെങ്കിൽ ഷോണിന്റെ വയറ്റത് കൊണ്ടു. അവൻ അപ്പം തന്നെ എവിടെയോ പോയി ഒളിച്ചു നിൽക്കും. ഹീറോ ചെന്ന് അവൻ ഒളിച്ചു നിൽക്കുന്ന സ്ഥലം കൂടെ കണ്ടുപിടിക്കുമ്പോഴേക്ക് അവൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോകുകയാണ്. തൊട്ട് പിന്നാലെ വരുന്ന ഹീറോ, ഷോൺ അവിടെ നിൽക്കുന്ന വിളിച്ചു പറയും. എന്നാലും അവൻ അവിടെ നിൽക്കില്ല. വയറിനെ കൊണ്ട് ബുള്ളറ്റുമായിട്ട് അവൻ ഏന്തി വലിഞ്ഞ് ഓടി പോവാണ്. ഹീറോ ഗണ്ണ് അവന്റെ നേരെ എയിം ചെയ്യും. ഷൂട്ട് ചെയ്യാനായിട്ട് തോന്നില്ല. എന്നാൽ മനസ്സ് മാറുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ അവനെ ഷൂട്ട് ചെയ്തു. താഴെ വീണവൻ അന്ത്യശ്വാസം വലിക്കുമ്പോഴേക്ക് ഹീറോ ഓടിച്ചെന്ന് അവനെ മടിയിൽ കിടത്തും. ഒന്നില്ലെങ്കിലും കൂട്ടുകാരനല്ലേ. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അവനോട് എന്ത് സംസാരിക്കണമെന്ന് ഹീറോക്ക് അറിയില്ല. ഷോണിനാണെങ്കിൽ തിരിച്ചും അറിയില്ല. കൂടുതലൊന്നും വൈകാതെ തന്നെ ഷോൺ അവിടെ നിന്ന് മരിക്കും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം ആ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന പയ്യനില്ലായിരുന്നോ, മാക്സിന്റെ സ്റ്റുഡന്റ്, അവൻ ആ വീഡിയോയുമായിട്ട് ആ ഡിക്റ്റേറ്റീവിനെ കാണാനായിട്ട് ചെല്ലും. ആ വീഡിയോ കാണുമ്പോഴാണ് ഡിക്റ്റേറ്റീവിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാവുക. അതുവരെ അങ്ങനെ വിചാരിച്ചിരുന്നത് ആ ഡീലറിനെയും അസിസ്റ്റന്റിനെയും കൊന്നത് നമ്മുടെ മാക്സ് ആണെന്നാണ്. എന്നാൽ ഇപ്പോഴങ്ങേർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നീ എന്തുകൊണ്ട് ഈ വീഡിയോ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാൻ വിചാരിച്ചു അവർ മാക്സിനെ കൊന്നിട്ട് അവരെന്നെ പിടിക്കാനായിട്ട് വരികയെന്ന്. എന്നാൽ കുറച്ച് മുന്നെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ അനിയനെ കാണാനായിട്ട് മാക്സ് വന്നിരുന്നു. ഇനി അനിയനും കൂടെ ഒരു പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ഡിക്റ്റേറ്റീവ് ഈ വീഡിയോ വെച്ച് കേസെല്ലാം ഒന്നുകൂടെ അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കും. ഇതേ സമയത്ത് ഹീറോ ടാക്സിയിൽ മകൻ ഇപ്പോഴുള്ള ആ തീരത്തിനടുത്തുള്ള വീട്ടിലേക്ക് എത്തും. അവിടെ ഇറങ്ങി ചെല്ലുന്ന നേരം മകനാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരിക. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്ന നേരം ഞാൻ വേറെ എവിടേക്ക് പോകാനാണെന്ന് ഹീറോ ചോദിക്കും. അവൻ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ ഹീറോ ഡിക്റ്റേറ്റീവിനോട് ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നേ. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ വെച്ച് ഹീറോ സറണ്ടർ ആകും. കൂടെ തന്നെ ഈ ഒരു കേസിൽ മകന് പങ്കില്ലെന്നും കൊലപാതകങ്ങളെല്ലാം ഞാൻ ചെയ്താണെന്നും പോലീസിനോട് ഏറ്റുപറഞ്ഞ് മകനെ രക്ഷിക്കാനാണ് ഹീറോ വിചാരിച്ചത്. എന്തായാലും ഞാൻ വീടിനകത്തേക്ക് വന്നിരിക്കട്ടെ എന്ന് ചോദിക്കുന്ന നേരം മകൻ പറയും, വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്, നിങ്ങൾ അകത്തേക്ക് കയറി വരണ്ടാന്ന്. അപ്പോഴാണ് മാക്സിന്റെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. അവൾ ആദ്യമായിട്ടാണ് ഹീറോയെ അടുത്ത് കാണുന്നത്. മാക്സിന്റെ അച്ഛനായതുകൊണ്ട് തന്നെ നിങ്ങളെന്താ പുറത്ത് നിൽക്കുന്നത്, അകത്തേക്ക് കയറി വന്നോളൂ എന്ന് പറയും. കാരണം അവൾക്കറിയാം അവളുടെ കെട്ടിയവൻ ഇവിടെ ജീവനോട്
ജീവനോടെ നിൽക്കണമെങ്കിൽ അങ്ങേര് കാരണമാണ് അവൻ ജീവനോടെ നിൽക്കുന്നതെന്ന് അതിൻ്റെ ഒരു ബഹുമാനം അവൾക്കുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന ഹീറോയെ മാക്സ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണെന്ന് പറയുന്ന നേരം അവർ ആദ്യമായിട്ടാണ് അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കാണുന്നത്. അതിൻ്റെ സന്തോഷം അവർക്കുണ്ട്. അതിലൊരു മോൾ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തേക്ക് വന്നിരുന്നല്ലോ, മഴയത്ത് നിൽക്കുന്ന കണ്ടിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ വന്നിരുന്നത്? ഞാൻ നിന്റെ അച്ഛനെ കാണാനായിട്ട് വന്നാന്ന് ഹീറോ തിരിച്ചു പറയും. അന്നേരം ഭാര്യയും ആങ്ങളെയും കൂടെ ഹീറോയും മകനും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മക്കളോട് താറാവിന് തീറ്റിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അന്നേരം മാക്സും ഹീറോയോട് പറഞ്ഞ് അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ഇറങ്ങി ചെല്ലും. കാരണം പോലീസുകാർ വന്ന് ഹീറോയെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നേരം കുട്ടികളൊന്നും അത് കാണാൻ പറ്റില്ല. അന്നേരം വീടെല്ലാം നോക്കുന്ന ഹീറോ അവിടെ ടേബിളിൽ അവരുടെ കുടുംബത്തിന്റെ കൊളാഷ് കാണും. അതിൽ ഹീറോയുടെ ഫോട്ടോ ഇല്ല, അതെല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. ദൂരെ പുറത്തേക്ക് നോക്കുന്ന നേരം ഹീറോ കാണുന്നത് മകനും മരുമകളും കൂടെ സ്നേഹിക്കുന്നതാണ്. അതും കൂടെ കാണുന്ന നേരം ഹീറോക്ക് വിഷമം സഹിച്ചു നിർത്താനേ പറ്റില്ല, ആകെ കൂടെ കണ്ണു നിറയും. അതേ സമയത്ത് തന്നെ ഹീറോയെ അറസ്റ്റ് ചെയ്യാനായി ഡിറ്റക്റ്റീവും പോലീസുകാരും വന്നോട് നിൽക്കുന്നുണ്ട്. ഇവിടെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഹീറോയ്ക്ക് പെട്ടെന്നാണ് പിന്നീന്ന് ഒരു ഷോട്ട് കൊള്ളുക. നോക്കുന്ന നേരം ആ കില്ലറാണ് വന്നിരിക്കുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഡബിൾ ബാരൽ ഗണ്ണ് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അത് ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കില്ലർ മകന്റെയും കുടുംബത്തിന്റെ അടുത്തേക്ക് പോകുന്നത് കാണുക. ഹീറോ പെട്ടെന്ന് തന്നെ അവന്റെ പിന്നാലെ വെച്ച് പിടിക്കും. ഇവിടെ ഗണ്ണ് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മാക്സ് അവന്റെ കുടുംബത്തെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചു നിർത്തും. എന്നിട്ട് ഗണ്ണുമായി ആ കില്ലറെ തെരഞ്ഞിറങ്ങുന്ന നേരം കില്ലറാണെങ്കിൽ അവനെയും തെരഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്ത് എത്തുക. ദൂരെ കില്ലറെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾ ഷൂട്ട് ചെയ്തു, എന്നാൽ അത് അവന് കൊണ്ടില്ല. അവന് ഹീറോ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവൻ തിരിച്ചും ഷൂട്ട് ചെയ്യും. അവന്റെ ബുള്ളറ്റ് തീർന്നു എന്ന് മനസ്സിലാകുന്ന നേരം ഹീറോ വീണ്ടും അവനെ ഷൂട്ട് ചെയ്യും. ഇപ്പോഴവന്റെ ബുള്ളറ്റ് വെസ്റ്റിന് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അവന്റെ ഷോൾഡറിലാണ് ബുള്ളറ്റ് കൊള്ളുക. താഴെ വീഴുന്നവൻ പെട്ടെന്ന് തന്നെ ഗണ്ണ് ലോഡ് ചെയ്യുമ്പോഴേക്ക് ഇവിടെ ഹീറോയും ഗണ്ണ് ലോഡ് ചെയ്തു. അവനെ വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് അവൻ തിരിച്ചും ഷൂട്ട് ചെയ്യും. എന്നാൽ ആ ഷോട്ടിൽ ഒന്ന് ഹീറോയുടെ വയറ്റിനാണ് കൊള്ളുക. കില്ലറാണെങ്കിൽ നേരെ മാക്സിനെയും തെരഞ്ഞു പോകുന്ന നേരം കില്ലർ ചെല്ലുന്നത് അവന്റെ ഫാമിലി ഒളിച്ചു നിൽക്കുന്ന ആ പാറയുടെ അടുത്തേക്കാണ്. അത് കാണുന്ന മാക്സ് പെട്ടെന്ന് തന്നെ അവനെ ഷൂട്ട് ചെയ്യും, കില്ലറെ ഷൂട്ട് ചെയ്യും. ഇതേ സമയത്ത് ഹീറോ അവിടെ തറയിൽ കിടക്കാണ്. ഒരനക്കം പോലും അനങ്ങാനായിട്ട് പറ്റുന്നില്ല. ആ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോലും ഹീറോക്ക് പറ്റുന്നില്ല. ഈ ഒരു സമയത്താണ് ഹീറോ തന്റെ പാപങ്ങളെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്. അതെല്ലാം ഹീറോയെ വന്ന് വേട്ടയാടുന്നത്. മകനാണെങ്കിൽ കില്ലറുടെ ഷോട്ട് കൊള്ളാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നൊരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിൽക്കും. എന്നിരുന്നാലും ആ കില്ലർ വന്നവനെ കൊല്ലുമെന്ന് അവൻ അറിയാം. അവൻ പെട്ടെന്ന് തന്നെ കുടുംബത്തോട് വിളിച്ചു പറയും ഓടി രക്ഷപ്പെടാൻ. എന്നിരുന്നാലും ബാക്കിയുള്ള ബുള്ളറ്റ് വെച്ച് അവൻ കില്ലറെ കൊല്ലാൻ തുരുതുരാ ഷൂട്ട് ചെയ്യും. എന്നാൽ അതിലൊന്നുപോലും അങ്ങേർക്ക് കൊള്ളുന്നില്ല. മാത്രമല്ല അവന്റെ ഗണ്ണിലെ ബുള്ളറ്റും തീർന്നു. വേറെ ഒരു വഴിയില്ലാന്ന് മനസ്സിലാകുന്നവൻ പെട്ടെന്ന് തന്നെ മരത്തിന്റെ പിന്നിൽ നിന്ന് ദൂരേക്ക് ഓടി ചെല്ലും. കില്ലർക്കാണെങ്കിൽ അവിടെയെല്ലാം മഞ്ഞുള്ളത് കൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അതേ സമയത്ത് ഹീറോ ആണെങ്കിൽ ഒരൊറ്റ കൈ കൊണ്ട് ഗണ്ണിൽ എങ്ങനെയോ ബുള്ളറ്റ് റീലോഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്നിരുന്നാലും കഷ്ടപ്പെട്ട് ചെയ്യാണ്. അതേ സമയത്താണ് ഡിറ്റക്റ്റീവും ടീമും അവിടേക്ക് വരുന്നത്. ഇവിടെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഹീറോ ആ ഗണ്ണ് വെച്ച് അതിൽ കുത്തി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് എവിടെയാണ് കില്ലർ, എവിടെയാണ് മകനെന്ന് നോക്കും. പെട്ടെന്നാണ് മകന്റെ അടുത്തേക്ക് ഗണ്ണുമായിട്ട് കില്ലർ വരുന്നത്. ദൂരെ നിന്ന് കാണുന്ന ഹീറോ പെട്ടെന്ന് അവനെ ഷൂട്ട് ചെയ്തു. ആ ഷോട്ട് അവന്റെ തലയിലാണ് കയറുക. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് കില്ലർ അങ്ങ് മരിക്കും. മകനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീറോയുടെ അടുത്തേക്ക് ഓടി ചെല്ലും. നമ്മുടെ ആക്കിനി ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അന്നേരം ഹീറോ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ എടുത്ത് മെല്ലെ പുറത്തേക്ക് എടുത്ത് വെക്കും. അത് ഏത് ലെറ്ററാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ഹീറോ ഇല്ലാതാക്കിയ കുടുംബത്തിന്റെയും ആളുകളുടെയും എല്ലാം പേര് എഴുതി വെച്ചിരുന്ന ലെറ്റർ, ആ ലെറ്ററാണിത്. പിന്നെ കൂടുതലൊന്നും വൈകില്ല, ഹീറോ അവിടെ വെച്ച് മരിക്കും. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് ആളുകളെയായിട്ട് ഗണ്ണുമായിട്ട് അങ്ങോട്ട് ഓടി വരുന്നത്. മാക്സിന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് താഴെ വെക്കാനായിട്ട് പറയുന്ന നേരം അവൻ വിളിച്ചു പറയും ഞാനൊന്നും ചെയ്തില്ല, ഞാൻ നിരപരാധിയാണ്. ഡിറ്റക്റ്റീവ് പറയും ഞങ്ങൾക്കതറിയാം, നീ പേടിക്കല്ലേ. എന്നിട്ട് അങ്ങേര് അടുത്ത് വന്ന് നോക്കുന്നവരാണ് ഹീറോയുടെ കയ്യിൽ ആ ലെറ്റർ കാണുന്നത്. അതെടുത്ത് വായിച്ചു നോക്കുന്ന അങ്ങേർക്ക് അതെന്താന്ന് മനസ്സിലായി. ഇത്രയും കാലം ഹീറോയോട് അങ്ങേര് ചോദിച്ച് നടന്നിരുന്ന് ഹീറോ ഇപ്പം അങ്ങേർക്ക് കൊടുത്തു. എന്തായാലും എല്ലാം അവസാനിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് മാക്സ് ആ പയ്യനെ ബോക്സിംഗ് കോമ്പറ്റീഷന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആ കോമ്പറ്റീഷനിലാണെങ്കിൽ അവൻ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ജോലിക്ക് പോകാനായി റെഡിയാകുന്ന നേരം കണ്ണാടിയിൽ നോക്കുന്ന മാക്സിനാണെങ്കിൽ നല്ലപോലെ വിഷമാക്കുന്നുണ്ട്. അവൻ ഇഷ്ടമില്ലാതിരുന്ന എന്നാൽ അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവന്റെ അച്ഛൻ ഇപ്പൊ ഈ ലോകത്തില്ല. എന്തായാലും അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരം അവൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന അവന്റെ അച്ഛന്റെ കൂടെ ഇരിക്കുന്ന ആ ഫോട്ടോ ഇല്ലേ, അതിപ്പോ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അവന്റെ കണ്ണാടിയുടെ മൂലയിലായിട്ട് കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് റൺ ഓൾ നൈറ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സിനിമ മലയാളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. എന്തോ മമ്മൂട്ടിയോ മോഹൻലാലോ ഇതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നത്. പക്ഷേ ഷോണ് മരിച്ചപ്പോൾ എനിക്കെന്തോ വിഷമായി. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.